ഹമാസ് പൂർണ്ണമായും ആയുധം വെച്ചൊഴിയാതെ ഗാസയിൽ നിന്ന് ഇസ്രായേൽ സൈന്യം പിന്മാറില്ലെന്ന് അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള ബോർഡ് ഓഫ് പീസ് വ്യക്തമാക്കി. ബോർഡ് ഡയറക്ടർ നിക്കോളായ് മ്ലാദനോവും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും പശ്ചിമ ജെറുസലേമിൽ നടത്തിയ നിർണായക കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് ഈ ഔദ്യോഗിക പ്രതികരണം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ വ്യാഴാഴ്ച പ്രഖ്യാപിച്ച പുതിയ സമാധാന കരാറുമായി ബന്ധപ്പെട്ട് ഇസ്രായേൽ സർക്കാരിനുള്ളിൽ കടുത്ത ഭിന്നതകൾ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഈ കൂടിക്കാഴ്ച നടന്നത്. ഹമാസ് അവരുടെ ലഘു ഭാരമേറിയ ആയുധങ്ങൾ പൂർണ്ണമായും ഉപേക്ഷിക്കുകയും തുരങ്കങ്ങൾ ഇല്ലാതാക്കുകയും ചെയ്തതിനു ശേഷം മാത്രമേ നിലവിലെ യെല്ലോ ലൈനിന് അപ്പുറത്തേക്ക് ഇസ്രായേൽ സൈന്യം പിന്മാറുകയുള്ളൂ എന്ന് ബോർഡ് ഓഫ് പീസ് പ്രതിനിധികൾ പറഞ്ഞു. ഗാസയിൽ ആയുധങ്ങളുടെ ഭരണം അവസാനിപ്പിച്ച് സിവിലിയൻ ഭരണം പുനഃസ്ഥാപിക്കുക എന്നതാണ് പ്രധാന ലക്ഷ്യമെന്നും അവർ കൂട്ടിച്ചേർത്തു. ഗാസയുടെ ഭരണ ചുമതലകൾക്ക് മേൽനോട്ടം വഹിക്കുന്നതിനായി കഴിഞ്ഞ ജനുവരിയിലാണ് ഡൊണാൾഡ് ട്രംപ് ഈ സമിതിക്ക് രൂപം നൽകിയത്. എന്നാൽ കരാറിലെ വ്യവസ്ഥകൾ ഇസ്രായേൽ ആദ്യം പാലിക്കാതെ തങ്ങൾ പിന്നോട്ടില്ലെന്ന ഉറച്ച നിലപാടിലാണ് ഹമാസ്. ഗാസയ്ക്ക് നേരെയുള്ള ആക്രമണങ്ങൾ ഇസ്രായേൽ അടിയന്തരമായി അവസാനിപ്പിക്കണമെന്ന് മ്ലാദനോവ് നെതന്യാഹുവിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. 2025 ഒക്ടോബറിൽ പ്രഖ്യാപിച്ച വെടിനിർത്തലിന് ശേഷം മാത്രം 1200-ലധികം പാലസ്തീനികളാണ് ഇസ്രായേൽ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടത്. ഈ പുതിയ സമാധാന കരാർ വന്നതിന് ശേഷം മാത്രം 36 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. 2023 ഒക്ടോബറിൽ ആരംഭിച്ച യുദ്ധത്തിൽ ഇതിനകം 73,000-ലധികം പാലസ്തീനികളാണ് കൊല്ലപ്പെട്ടത്. ആശുപത്രികൾക്കും സാധാരണക്കാർക്കും നേരെയുള്ള ഇസ്രായേൽ ആക്രമണങ്ങളെ മധ്യസ്ഥ രാജ്യങ്ങളായ ഈജിപ്തും ഖത്തറും തുർക്കിയും ശക്തമായി അപലപിച്ചിട്ടുണ്ട്. ഇതിനിടെ അമേരിക്ക പ്രഖ്യാപിച്ച പുതിയ സമാധാന കരാർ ഇസ്രായേലിന്റെ താൽപര്യങ്ങളെ പൂർണ്ണമായും പ്രതിഫലിപ്പിക്കുന്നില്ലെന്ന് നെതന്യാഹുവിന്റെ ഓഫീസ് പ്രതികരിച്ചു. കരാർ വ്യവസ്ഥകൾ അംഗീകരിക്കാനാവില്ലെന്നും പുതിയ വോട്ടെടുപ്പ് നടത്തണമെന്നുമാണ് ഇസ്രായേൽ ധനകാര്യമന്ത്രി ബസലേൽ സ്മോട്രിച്ച് ഉൾപ്പെടെയുള്ള തീവ്ര വലതുപക്ഷ നേതാക്കൾ ആവശ്യപ്പെടുന്നത്. ന്യൂസ് ഡെസ്ക് കൊട്ടാരക്കര മീഡിയ.